B.K. Shilpa. She is practicing Rajyoga meditation by Brahmakumaris since 2003. Dedicated since 2019 and doing godly service since then. അമ്മയുടെ മുന്നിൽ ശതകോടി ഒപ്പം ഇവിടെ കൂടിയിരിക്കുന്ന ഓരോ ധന്യാത്മാക്കൾക്കും പ്രണാമം. ഒരു നിമിഷം ഒന്ന് ശാന്തമായി ഇരുന്ന് നമ്മളിവിടെ നിന്ന് കൂടിയിരിക്കുന്നത് അമ്മയ്ക്ക് പൊങ്കാല സമർപ്പിക്കാനായിട്ടാണ്. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ദിവസങ്ങൾക്ക് മുന്നേ തയ്യാറെടുപ്പ് തുടങ്ങിയിട്ടുണ്ട്. എന്ന് പറയുമ്പോൾ തന്നെ അതിന് ഒരുപാട് തയ്യാറെടുപ്പുകൾ വേണ്ടി വരും. അപ്പം അതിൽ കൂടുതലും ഭൗതികമായിട്ടുള്ള തയ്യാറെടുപ്പുകളാണ്. ഉത്സവത്തിന് വേണ്ട ഭൗതികമായിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. ധനം, അതിന് വേണ്ട സൗകര്യങ്ങൾ, അത് നടത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ആൾക്കാരുടെ ആവശ്യം വരും. അപ്പോൾ അതൊക്കെ ഭൗതികമായിട്ട് നമ്മൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ. എന്നാൽ അതിനോടൊപ്പം തന്നെ മറ്റ് ചില തയ്യാറെടുപ്പുകളും നമ്മൾ നടത്താറുണ്ട്. നമ്മൾ വ്രതമെടുക്കാറുണ്ട്, പല കാര്യങ്ങളിലും പഥ്യം പാലിക്കാറുണ്ട്, ചില ആഹാരപാനീയങ്ങൾ നമ്മൾ വേണ്ടാന്ന് വയ്ക്കാറുണ്ട്. അങ്ങനെ മനസ്സിനെയും ശരീരത്തിനെയും ശുദ്ധമാക്കാൻ വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതൊക്കെ മിക്കവാറും ഉത്സവങ്ങളോടനുബന്ധിച്ച് അല്ലെങ്കിൽ പൊങ്കാല ഇതുപോലെയുള്ള അതിവിശേഷപ്പെട്ട ചില ചടങ്ങുകളോടനുബന്ധിച്ച് നമ്മൾ ചെയ്യാറുള്ള കാര്യമാണ്. നമ്മൾ സ്ഥിരം ചെയ്യാറില്ലായിരിക്കും, എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഉത്സവങ്ങൾ വരുമ്പോൾ, ആഘോഷങ്ങൾ വരുമ്പോൾ നമ്മളിത് ചെയ്യാറുണ്ട്. നമ്മുടെ ഭാരതത്തിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നിന്നും ആത്മീയതയെ നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. കാരണം രണ്ടും ചേർന്നതാണ്, ഇടകലർന്നതാണ് നമ്മുടെ ജീവിതം. രണ്ടിൻ്റെ ഒരു ബാലൻസാണ്, സന്തുലനമാണ് നമ്മളുടെ ജീവിതം. അപ്പോൾ നമ്മളുടെ ജനനം മുതൽ മരണം വരെയുള്ള ഓരോരോ ഘട്ടങ്ങൾ എടുത്ത് നോക്കിയാലും നമുക്കറിയാം ആത്മീയത നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണെന്നുള്ളത്. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ ആദ്യത്തെ നാമകരണ ചടങ്ങാണ്. അത് ശരിക്കും ഒരു ആഘോഷം കൂടിയാണ്. നമ്മുടെ വീട്ടിലേക്കൊരു പുതിയ അംഗം കൂടി വരുമ്പോൾ നമുക്ക് അത്രയും സന്തോഷമുണ്ട്. അതൊരു ആഘോഷമാണ്. പ്ലസ് അതിനോടൊപ്പം നമ്മൾ അതിനൊരു ആചാരമായിട്ടാണ് അനുഷ്ഠിക്കുന്നത്. അതുപോലെ നൂലുകെട്ട് ചടങ്ങായിക്കോട്ടെ, വിവാഹമായിക്കോട്ടെ, അവസാനം മരണം സംഭവിച്ചിട്ട് നമ്മളതിനെ ആഘോഷിക്കാറില്ല, പക്ഷെ എന്നാലും നമ്മളതിനെ ആചരിക്കാറുണ്ട്. അങ്ങനെ ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളിലും നമ്മൾ ആത്മീയതയെ കൂടി അതിൻ്റെ കൂടെ ഉൾപ്പെടുത്തും. ആഘോഷവും ആത്മീയതയും നമ്മുടെ ഭാരതത്തിലെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്ന് ഇത് ഉത്സവങ്ങളുടെയും ആഘോഷങ്ങളുടെയും കൂടി നാടാണെന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ആത്മീയതയുടെയും ഭൗതികതയുടെയും ഒരു സന്തുലനം, ബാലൻസാണ് ഇവിടെ നമ്മുടെ ഭാരതീയരുടെ ജീവിതം എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ക്ഷേത്രത്തിൽ വരുന്നത് പ്രധാനമായിട്ട് എന്തിനു വേണ്ടിയിട്ടാണ്? അമ്മയെ കാണാൻ, ദേവിയെ കാണാൻ, അല്ലെങ്കിൽ ഈശ്വരനുമായിട്ട് ആ ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ, ഈശ്വര ശക്തി എൻ്റെ ഉള്ളിൽ നിറയ്ക്കാൻ വേണ്ടി, ഈശ്വര ചൈതന്യം എൻ്റെ ഉള്ളിൽ നിറയ്ക്കാൻ വേണ്ടിയിട്ട്, ഏറ്റവും നല്ല ഒരു മനുഷ്യനായി ജീവിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ സന്മാർഗത്തിൽ കൂടി ജീവിക്കാൻ വേണ്ടി. അതാണ് നമ്മുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പം നമ്മളുടെ ലക്ഷ്യം സന്മാർഗത്തിൽ കൂടി ജീവിക്കുക, അല്ലെങ്കിൽ ധർമ്മം നിറഞ്ഞൊരു ജീവിതം നയിക്കുക എന്നുള്ളതാണ്. അപ്പം അതിനു വേണ്ടിയിട്ട് നമ്മൾ ക്ഷേത്രങ്ങളിൽ വരുന്നു, നമ്മൾ ആചാരങ്ങൾ പാലിക്കുന്നു, അനുഷ്ഠാനങ്ങൾ പാലിക്കുന്നു. പക്ഷെ നമ്മളൊന്ന് പരിശോധിച്ചാൽ അറിയാൻ പറ്റും, പലപ്പോഴും നമ്മൾ ക്ഷേത്രത്തിൽ വരുന്നത് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ്, ഈശ്വര ശക്തി നമ്മളുടെ ഉള്ളിൽ നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ വരുന്ന ഉദ്ദേശം പൂർണ്ണമായിട്ടും നിറവേറ്റാറില്ല എന്നുള്ളതാണ്. നമ്മളെ ഒന്ന് പരിശോധിച്ചാൽ അതിൻ്റെ കാരണം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ക്ഷേത്രത്തിൽ വന്ന് പ്രാർത്ഥിക്കാനായിട്ട് അമ്മയുടെ മുന്നിൽ നിൽക്കുകയാണ്, പക്ഷെ അപ്പോൾ ഉള്ളിൽ തള്ളിക്കയറി വരുന്നത് മുഴുവൻ എന്തായിരിക്കും? നമ്മുടെ ദുഃഖങ്ങൾ, നമ്മുടെ പ്രശ്നങ്ങൾ, പഴയ ബുദ്ധിമുട്ടുകൾ, ഇപ്പം ജീവിതത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന തടസ്സങ്ങൾ, ഈ ഭാവിയിൽ എന്താകുന്നുള്ള ചിന്ത. അപ്പം ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളാണ് നമ്മളുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നത്. ശരിക്കും അമ്മയുടെ, ദേവിയുടെ ദിവ്യകരങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും. എപ്പോഴും ദേവിയുടെ കരങ്ങൾ
അനുഗ്രഹിക്കുന്ന രീതിയിലാണ് കാണിച്ചിട്ടുള്ളത്. എന്നുവെച്ചാൽ തഥാസ്തു എന്നാണ് ഇതിൻ്റെ അർത്ഥം. തഥാസ്തു എന്ന് വെച്ചാൽ എന്താണ്? അങ്ങനെ തന്നെ ഭവിക്കട്ടെ, അങ്ങനെ തന്നെ ആകട്ടെ എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പം നമ്മൾ അമ്മയുടെ മുന്നിൽ നിന്ന് എനിക്ക് ജീവിതത്തിൽ മുഴുവൻ ദുഃഖമാണ്, എനിക്ക് ദുരിതമാണ്, എനിക്ക് പ്രശ്നങ്ങളാണ്, ഞാൻ അങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ്, എൻ്റെ ഏറ്റവും കുറവൊക്കെ ഞാൻ അവിടെ നിന്ന് വിളിച്ചു പറയാം. അപ്പം അമ്മ എപ്പോഴും കൊടുക്കുന്ന ആളാണ്. തഥാസ്തു എന്നാണ് അമ്മ പറയുന്നത്. അപ്പം നമ്മൾ മുന്നിൽ വന്നത് ഇതാണ് പറയുന്നുണ്ടെങ്കിൽ അവരെന്താ സംഭവിക്കുന്നത്? തഥാസ്തു, അങ്ങനെ തന്നെ ആകട്ടെ എന്നാണ്. അപ്പം നമ്മൾ അമ്മയുടെ മുന്നിൽ നിൽക്കുമ്പോൾ എങ്ങനെ വേണം നിൽക്കാൻ? പ്രശ്നങ്ങളുണ്ട്, വിഷമങ്ങളുണ്ട്, അതൊക്കെ നമ്മൾ ആരോട് പറയൂലേ? നമുക്ക് ഏക ആശ്രയം എന്ന് പറയുന്നത് അമ്മയാണ്, അല്ലെങ്കിൽ ഈശ്വരനാണ്. അതൊക്കെ നമുക്ക് തുറന്ന് പറയാം. പക്ഷേ നമ്മൾ ക്ഷേത്രത്തിൽ വരുന്നത് എപ്പോഴും ഒരു ഉദ്ദേശത്തോടെ, അത് എന്നെ ഏറ്റവും സശക്തമാക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെ, മനസ്സിനെ ശാന്തമാക്കുക, ജീവിതത്തിൽ എന്ത് വന്നാലും അതിനെ മറികടന്ന് പോകാനുള്ള ശക്തി ഉള്ളിൽ നിറയ്ക്കുക, ഈ ഉദ്ദേശത്തോടെയാണ് നമ്മൾ വന്നു. അപ്പം തീർച്ചയായിട്ടും ആ ശക്തി എൻ്റെ ഉള്ളിൽ നിറയ്ക്കാനുള്ള ആ ഒരു പാകത കൂടി എനിക്ക് ഉണ്ടായിരിക്കണം. ഉണ്ടെങ്കിൽ നമ്മൾ പല മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നവരാണ്. റേഡിയോ പണ്ട് കാലത്ത് ആൾക്കാർ ഉപയോഗിച്ചിരുന്ന ഒരു ഉപകരണമാണ്. റേഡിയോയുടെ പ്രത്യേകത എന്താ? റേഡിയോ നമ്മൾ ഓൺ ചെയ്ത് വെച്ചാൽ അതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും അല്ലേ? നമ്മൾ പറയുന്നത് റേഡിയോയ്ക്ക് കേൾക്കാൻ പറ്റും? ഒരിക്കലില്ല. റേഡിയോ സ്വയം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും, പാട്ട് പാടിക്കൊണ്ടേയിരിക്കും. നമ്മൾ പലപ്പോഴും ഇതാണ് ചെയ്യുന്നത്. നമ്മൾ ഈശ്വരൻ്റെ മുന്നിൽ വന്നു നിന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഈശ്വരൻ എന്നോട് എന്താ പറയാനുള്ളത്? അത് നമ്മൾ എപ്പോൾ കേൾക്കുന്നു? അമ്മയ്ക്ക് എന്നോട് എന്താണ് പറയാനുള്ളത്? അമ്മയ്ക്ക് എനിക്ക് എന്താ തരാനുള്ളത്? അത് ഞാൻ എപ്പോൾ സ്വീകരിക്കും? അതുകൊണ്ട് നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കണം. നമ്മൾ അമ്മയുടെ മുന്നിൽ നിൽക്കുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മളുടെ മനസ്സിനെ ബാക്കി എല്ലാ കാര്യങ്ങളിൽ നിന്നും ഒന്ന് മാറ്റിയിട്ട് അമ്മയിലേക്ക്, അല്ലെങ്കിൽ ഈശ്വരനിലേക്ക് നമുക്ക് ഏകാഗ്രമാക്കണം. മനസ്സിനെ, ബുദ്ധിയെ പൂർണ്ണമായിട്ടും ആ ഈശ്വര ചൈതന്യത്തിലേക്ക് ഏകാഗ്രമാക്കുമ്പോഴാണ് ആ ശക്തി, ആ സ്നേഹം, ഈശ്വര സ്നേഹം അതെല്ലാം നമ്മളുടെ ഉള്ളിൽ നിറയും. അപ്പോഴാണ് നമുക്ക് കൈ നിറച്ചിവിടെ നിന്ന് പോകാൻ പറ്റുന്നത്. ശരിക്കും അമ്മ വിദ്യാദേവി കൂടിയാണ്, അറിവിൻ്റെ ദേവി എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ വിദ്യ അമ്മ നമുക്ക് പ്രദാനം ചെയ്യുന്നു. അമ്മ നമുക്ക് വിദ്യ പ്രദാനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ആ വിദ്യ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഉപയോഗിക്കണം. അങ്ങനെ ജീവിതത്തിൽ വിദ്യ കൊണ്ട് നിറഞ്ഞ കർമ്മങ്ങളിൽ കൂടി എനിക്ക് ശ്രേയസ് ഉണ്ടാക്കിയെടുക്കണം. അതായത് കർമ്മം ചെയ്യേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമാണ്. പക്ഷെ എങ്ങനെയുള്ള കർമ്മം ചെയ്യണം എന്നുള്ളത് അമ്മ നമുക്ക് പഠിപ്പിച്ചു തരും. അല്ലെങ്കിൽ അങ്ങനെയുള്ള സൽക്കർമ്മം ചെയ്യുന്നതിനുള്ള ശക്തി അമ്മ എനിക്ക് ഉള്ളിൽ നിറച്ചു തരും. അപ്പം അത് സ്വീകരിക്കാൻ പാകത്തിനായിരിക്കണം എൻ്റെ അവസ്ഥ. അപ്പം ഞാൻ അങ്ങോട്ട് പറയുന്നതിനോടൊപ്പം ഇങ്ങോട്ട് അമ്മ എന്താണോ തരുന്നത് അത് സ്വീകരിക്കാൻ കൂടി ഞാൻ തയ്യാറാകണം എന്നുള്ളതാണ്. ചിലപ്പോൾ നമ്മൾ ശ്രമിക്കാറുണ്ട്. ഈശ്വരൻ എന്നോട് എന്താണ് പറയാനുള്ളത്, അമ്മയ്ക്ക് എന്നോട് എന്താണ് പറയാനുള്ളത്, അത് കേൾക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ ഒരു നിമിഷം എനിക്ക് ശാന്തമായിരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അടുത്ത നിമിഷം എനിക്ക് പലതരത്തിലുള്ള ചിന്തകളായിരിക്കും ഉള്ളിൽ വരുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ കണ്ണുകൾ, എൻ്റെ കാതുകൾ എന്നെ ചതിക്കും. എൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ആളിനെ ആയിരിക്കും ഞാൻ ചിലപ്പോൾ ശ്രദ്ധിക്കുന്നത്. നിൽക്കുന്നത് അമ്മയുടെ മുന്നിലാണ്, പക്ഷേ എൻ്റെ ശ്രദ്ധ മുഴുവൻ എവിടെയാണ്? തൊട്ടടുത്ത് നിൽക്കുന്ന ആളുകൾക്കായിരിക്കും. അവരെന്താ ധരിച്ചിരിക്കുന്നത്, അവരെങ്ങനെയാണ് കാണാൻ, എങ്ങനെയാണ്, ആണാണോ പെണ്ണാണോ, അല്ലെങ്കിൽ അവിടെ എന്താ നടന്നുകൊണ്ടിരിക്കുന്നത്, ഇവരെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് അടുത്ത നിമിഷം നമ്മുടെ ശ്രദ്ധ വഴിമാറും. പണ്ടുകാലത്ത് ഋഷിമുനിമാരൊക്കെ ഏകാന്തമായിട്ട് പോയി തപസ് ചെയ്യുകയാണ്. മനുഷ്യരുടെ ഇടയിൽ നമ്മൾ കുറച്ച് മാറിയിട്ട് ശാന്തമായിട്ട് വനാന്തരങ്ങളിൽ ആരും വരാത്ത മലമുകളിൽ പോയി ഏകാന്തമായിട്ടിരിക്കും. എന്നതിന് വേണ്ടിയിട്ടാണ് ഈശ്വരനുമായിട്ട് ആ ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ. കാരണം ഏകാഗ്രമായിട്ടിരിക്കുമ്പോഴാണ് ഈശ്വരനെ എനിക്ക് അറിയാൻ സാധിക്കുന്നത്, അനുഭവം ചെയ്യാൻ സാധിക്കുന്നത്, ആ ഈശ്വര ശക്തി എനിക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നത്. പക്ഷെ നമ്മുടെ കുടുംബത്തിലിരിക്കുന്നവർ നമുക്കെല്ലാം പറഞ്ഞിട്ട് പോകാൻ പറ്റുമോ?
ബന്ധങ്ങൾ പറഞ്ഞ് പോകാൻ പറ്റില്ല, ഒരുപാട് ഉത്തരവാദിത്വങ്ങൾ നമുക്ക് നിറവേറ്റാനുണ്ട്, അതൊന്നും നമുക്ക് വേണ്ടാന്ന് വെക്കാൻ പറ്റും. അപ്പം ഇതിൻ്റെ ഇടയിൽ ഇരിക്കുമ്പോൾ നമുക്ക് എങ്ങനെ ഈശ്വരനുമായിട്ട് ആ ബന്ധം ഉണ്ടാക്കി എടുക്കാൻ പറ്റും? അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ധ്യാനം അഭ്യസിക്കുന്നത്. ധ്യാനം എന്ന് വെച്ചാൽ വേറൊന്നുമില്ല, കണ്ണടച്ചിരിക്കലോ അല്ലെങ്കിൽ കാട്ടിൽ പോയി ഇരിക്കലോ ആൾക്കാരിൽ നിന്ന് ഒഴിവായി മാറി നടക്കലോ അതൊന്നും അല്ല. ധ്യാനം എന്ന് വെച്ചാൽ ശരിക്കും അതൊരു യാത്ര എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത് അകത്തേക്കുള്ള യാത്രയാണ്, ഉള്ളിലേക്കുള്ള ഒരു യാത്രയാണ് ധ്യാനം എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ തീർത്ഥാടനങ്ങൾക്ക് പോകാറുണ്ട്. നമ്മുടെ വണ്ടിയൊക്കെ പിടിച്ച് ഒരുപാട് പേര് കൂടി ചേർന്ന് യാത്ര നടത്താറുണ്ട്. ക്ഷേത്രങ്ങൾ തോറും തീർത്ഥാടന കേന്ദ്രങ്ങളിലൊക്കെ നമ്മൾ യാത്ര നടത്തുന്നു. അതൊക്കെ ഭൗതികമായിട്ട് അതിനോടൊപ്പം ആത്മീയത കൂടി കലർത്തിക്കൊണ്ടുള്ള യാത്രയാണ്. പക്ഷെ ധ്യാനം നമ്മളെ പഠിപ്പിക്കുന്നത് ഏത് ബഹളത്തിൻ്റെ ഇടയിലും ഏത് അസ്വസ്ഥതകൾക്കിടയിലും ഇരുന്നു കൊണ്ട് ഉള്ളിലേക്ക് നമുക്ക് യാത്ര ചെയ്യാനാണ്. അപ്പൊ ധ്യാനാർത്ഥം ഉള്ളിലേക്ക് ഞാൻ യാത്ര ചെയ്യുന്നു, ഏറ്റവും പരമമായ ശക്തിയുമായി ഞാൻ എന്നെ യോജിപ്പിക്കുന്നു. യോഗം എന്നൊരു വാക്ക് പറയാറുണ്ട്. യോഗം എന്ന് വെച്ചാൽ കൂടിച്ചേരുക എന്നൊക്കെയാണ് അർത്ഥം. അപ്പൊ ധ്യാനം അഭ്യസിക്കുന്ന സമയത്ത് ആദ്യം നമ്മൾ ചെയ്യുന്നത് നമ്മളിലേക്ക് നമ്മുടെ മനസ്സിനെ ഏകാഗ്രമാക്കുകയാണ്. ഞാൻ എന്നിലേക്ക് ഏകാഗ്രമാകുമ്പോഴാണ് എനിക്ക് ഈശ്വരനിലേക്ക് ഏകാഗ്രമാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ കുറച്ച് സമയം നമ്മൾ എന്ത് ചെയ്യാൻ പഠിക്കണം? നിശബ്ദമായിട്ടിരിക്കാൻ പഠിക്കണം. നിശബ്ദത എന്ന് പറയുമ്പോൾ പുറമേക്ക് ശബ്ദം ഉണ്ടാക്കാതിരിക്കാനല്ല. ശബ്ദമില്ലായ്മ എവിടെയും വേണം, അകത്ത് നമുക്ക് ശബ്ദം ഉണ്ടാകണം. എന്താ ശബ്ദം? അകത്തുണ്ടാകുന്ന ശബ്ദം എന്താ? നമുക്ക് തന്നെ അറിയാം, പല തരത്തിലുള്ള ചിന്തകൾ. അത് ചിന്തിക്കാതിരിക്കലാണോ ജ്ഞാനം? ചിന്തിക്കാതിരിക്കലുമല്ല ജ്ഞാനം. ഏറ്റവും പോസിറ്റീവായ, ഏറ്റവും ശുദ്ധമായ, ഏറ്റവും ശക്തിശാലികളായ ചിന്തകൾ കൊണ്ട് നമ്മളുടെ ഉള്ളിനെ നിറയ്ക്കലാണ് ധ്യാനം എന്ന് പറയുന്നത്. നമ്മൾ ഏറ്റവും കൂടുതൽ എന്തിനെ കുറിച്ചാണോ ചിന്തിക്കുന്നത് അതേ ഊർജമായിരിക്കും നമ്മളിലേക്ക് പ്രവഹിക്കുന്നത്. ഇപ്പം നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും പണ്ട് ചെയ്തതും ഇപ്പം അനുഭവിക്കുന്നതും ഇനി വരാനിരിക്കുന്നതിനെ കുറിച്ചാണെന്നുണ്ടെങ്കിൽ എന്നിലേക്ക് നിറയുന്ന ഊർജം എന്തായിരിക്കും? തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് ആയിരിക്കില്ല, അത് നെഗറ്റീവായിട്ടുള്ള ഊർജ്ജമായിരിക്കും. ഇപ്പോൾ പഴയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ നമ്മളുടെ മുഖം മാറും, നമ്മളുടെ അവസ്ഥ, മനസ്സിൻ്റെ അവസ്ഥ താഴോട്ട് പോകുന്നത് നമുക്കറിയാൻ പറ്റും. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? പഴയതിനെ കുറിച്ച് ഓർത്ത് ദുഃഖിച്ചിരിക്കുകയാണോ വേണ്ടത്? നമ്മൾ എന്ത് ചെയ്യാൻ പഠിക്കണം? നമ്മളുടെ ഉള്ളിലേക്ക് നമ്മൾ യാത്ര ചെയ്യാൻ പഠിക്കണം. ഇപ്പം നമ്മൾ ഈശ്വരനുമായിട്ട് ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മളെ തടസ്സപ്പെടുത്തുന്നത് എന്തായിരിക്കും അറിയോ? നമ്മളുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ചില മാലിന്യങ്ങൾ. ഇപ്പം നമ്മളെല്ലാവരും ജീവിക്കുന്നവരാണ്, ജോലി ചെയ്യുന്നവരാണ്, കുടുംബത്തിലിരിക്കുന്നവരാണ്, പല പല ഉത്തരവാദിത്വങ്ങളുള്ളവരാണ്. നമുക്ക് കർമ്മം ചെയ്യാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ കർമ്മവുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ളിലും പല പല കാര്യങ്ങൾ നടക്കുന്നു. അപ്പോൾ ഉള്ളിൽ പലതരത്തിലുള്ള മാലിന്യങ്ങളുണ്ടാകുന്നു. എന്തൊക്കെയായിരിക്കും നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന മാലിന്യങ്ങൾ? അത് ചിലപ്പോൾ അസൂയായിരിക്കും, വെറുപ്പായിരിക്കാം, സ്നേഹമില്ലായ്മയായിരിക്കാം, അല്ലെങ്കിൽ ദേഷ്യമായിരിക്കാം, അഹങ്കാരമായിരിക്കാം. ഇതെല്ലാം നമ്മളുടെ ഉള്ളിൽ ഉണ്ടാകുന്ന പലതരത്തിലുള്ള മാലിന്യങ്ങളാണ്. അപ്പം എത്രത്തോളം ഞാൻ എൻ്റെ ഉള്ളിൽ മാലിന്യങ്ങൾ നിറച്ചു വെക്കുന്നുവോ അത്രത്തോളം ഈശ്വരനുമായിട്ട് അടുക്കാൻ എനിക്ക് കുറച്ച് പ്രയാസമുണ്ട്. അപ്പോൾ ഈശ്വരനുമായിട്ട് അടുക്കാൻ ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം ശുദ്ധീകരണം. നമ്മൾ ഉത്സവം നടത്തുന്നതിന് മുന്നോടിയായിട്ട് ക്ഷേത്രം നമ്മൾ എത്ര ശുദ്ധമാക്കാറുണ്ട്. നമ്മുടെ വീട് എത്ര ശുദ്ധമാക്കി വെക്കാറുണ്ട്. പക്ഷെ നമ്മളുടെ അകം നമ്മൾ എത്ര ശുദ്ധമാക്കാറുണ്ട്. എന്ത് വേണ്ടാത്തത് ഞാൻ ചിന്തിക്കും, എന്ത് വേണ്ടാത്തത് ഞാൻ പറയുകയും ചെയ്യും. ചിലപ്പോൾ ചെയ്യുന്ന കാര്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കും. പക്ഷേ അകത്ത് ചിന്തിക്കുന്ന കാര്യത്തിൽ പലപ്പോഴും നമ്മൾ അല്പം പോലും ശ്രദ്ധ കൊടുക്കാറില്ല. അപ്പോൾ ശുദ്ധീകരണത്തിൻ്റെ ആദ്യ പടി എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ അവനവന് പരിശോധിക്കുക എന്നുള്ളതാണ്. ആത്മപരിശോധന നടത്തുന്നൊക്കെ പറയും. നമ്മളെ ഒന്ന് പരിശോധിക്കാൻ തയ്യാറാണ്. പക്ഷെ പരിശോധിക്കണമെന്നുണ്ടെങ്കിലും എനിക്ക് അറിവിൻ്റെ ആവശ്യമുണ്ട്, ജ്ഞാനത്തിൻ്റെ ആവശ്യമുണ്ട്. എനിക്ക് സത്യമായ ജ്ഞാനം
കിട്ടുമ്പോഴാണ് എനിക്ക് എന്നെ ശരിയായ രീതിയിൽ പരിശോധിക്കാൻ പറ്റുന്നത്. സത്യമായ ജ്ഞാനം എന്ന് പറയുമ്പോൾ അതിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ജ്ഞാനം ഞാൻ ആരാണ് എന്നുള്ള അറിവാണ്. നമ്മൾ കുറച്ചൊക്കെ എവിടെയെങ്കിലുമൊക്കെ കുറച്ചധികം ഭക്തി ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അവർ കേട്ടിട്ടുണ്ടാവും, ഈ ശരീരം എന്ന് പറയുന്നത് പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ്, ഇതൊരു യന്ത്രമാണ്, ഇത് ശരിക്കും പഞ്ചഭൂതങ്ങളാൽ പരിപോഷിപ്പിക്കപ്പെടുന്നു, ഈ പഞ്ചഭൂതങ്ങളിലേക്ക് തന്നെ ഇത് ലയിച്ച് ചേരുകയും ചെയ്യുന്നു. അങ്ങനെയുള്ളൊരു യന്ത്രമാണ് ഈ ശരീരം. പക്ഷെ ഈ ശരീരത്തിൽ നിന്ന് വിഭിന്നമായിട്ടുള്ള ഒരു ശക്തിയാണ് ഞാൻ. അതുകൊണ്ടാണ് നമ്മൾ മരിക്കുന്ന സമയത്ത് പറയും ഇന്ന ആള് മരിച്ചു പോയി, ആള് പോയി, തട്ടിപ്പോയി എന്നും പറയാറുണ്ടാവും. എന്നുവെച്ചാൽ പോയി എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ അറിയാം ജഡം അവിടെ തന്നെ ഉണ്ട്. പക്ഷേ നമ്മൾ പോയി എന്ന് പറഞ്ഞ് വിഷമിക്കുന്നുണ്ട്, വിലപിക്കുന്നുണ്ട്. അപ്പൊ യഥാർത്ഥത്തിൽ ആ ശരീരത്തിൽ നിന്നാണ് പോയത്. ആ ശരീരത്തിൽ നിന്ന് പോയതാണ് ആ ആത്മചൈതന്യം അല്ലെങ്കിൽ ഊർജം, ആത്മാവ് എന്ന് പറയുന്നത്. അപ്പൊ ശരിക്കും നമ്മൾ ഓരോരുത്തരും ഇപ്പോൾ ജീവാത്മാക്കളാണ്. ജീവാത്മാവ് എന്ന് വെച്ചാൽ ശരീരത്തിനോടൊപ്പം ആത്മാവ് ചേർന്നിരിക്കുന്ന അവസ്ഥ. എന്നാൽ എപ്പോൾ ഞാൻ ആത്മാവ് ഈ ഊർജം ശരീരത്തിൽ നിന്ന് വേർപെടുന്നത്, അപ്പോൾ ഇദ്ദേഹം വെറും ജഡമാകും, ഞാൻ സ്വതന്ത്രമാണ്. ഈ ജഡത്തിനാണ് സൂക്ഷിച്ചു വയ്ക്കാതെ ഇതിനെ നമ്മൾ ദഹിപ്പിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നമ്മൾ സംസ്കരിക്കാം. അപ്പൊ നമ്മൾ ജീവിക്കുമ്പോൾ എത്രത്തോളം ഈ ബോധം നമുക്കുണ്ട് എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴേ പോയിട്ട് ആദ്യം നോക്കുന്നത് കണ്ണാടിയിലായിരിക്കും. കണ്ണാടിയിൽ ആരെയാണ് കാണുന്നത്? കണ്ണാടിയിൽ കാണുന്നത് ഈ ശരീരത്തിനെയാണ്, ഈ മുഖത്തിനെയാണ്. പക്ഷെ ഇതിൻ്റെ ഉള്ളിലിരിക്കുന്ന എന്നെ ഞാൻ ഇതുവരെയും നോക്കിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. അതെന്തുകൊണ്ടാണ് നമ്മൾ നോക്കാത്തത്? കാരണം ഈ കണ്ണുകൾ കൊണ്ട് എന്നെ കാണാൻ പറ്റുമോ? ഈ കണ്ണുകൾ കൊണ്ട് പഞ്ചഭൂതം നിർമ്മിതമായിട്ടുള്ള എന്തിനെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ആത്മാവായ ഊർജമായ ചൈതന്യമായ എന്നെ കാണാൻ ഈ ഭൗതിക നേത്രങ്ങൾ കൊണ്ട് നമുക്ക് സാധിക്കും. അതുകൊണ്ടാണ് കണ്ണാടിയിൽ പോയി നോക്കുമ്പോൾ നമ്മൾ ഈ രൂപത്തിലേക്ക് മാത്രമാണ് ശ്രദ്ധിക്കുന്നത്. ശുദ്ധീകരണത്തിൻ്റെ ആദ്യത്തെ പടി ഇതാണ്. ഞാനൊരു ആത്മചൈതന്യമാണ്, ഞാൻ അനശ്വരമായ ശക്തിയാണ് എന്നത് തിരിച്ചറിയും. ഞാൻ കർമ്മം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ശരീരമാകുന്ന യന്ത്രത്തെ ധരിച്ചിരിക്കുന്നത്. പക്ഷെ ഈ യന്ത്രത്തിലൂടെ കൂടി ഞാൻ കർമ്മം ചെയ്യുമ്പോഴും അത് സൽക്കർമ്മമാകാൻ കൂടി ഞാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ സൽക്കർമ്മം എന്താണ്, അല്ലെങ്കിൽ ഒരു ശരിയായ കർമ്മം എന്താണ്, സുകർമ്മം എന്താണ്, അതും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ പലപ്പോഴും എൻ്റെ ശരിയുടെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത്. വേറൊരാൾ നമ്മൾ ഉപദേശിച്ചാലും നമ്മൾ പറയും എൻ്റെ ശരി ഇതാണ്, എൻ്റെ അഭിപ്രായത്തിൽ ഇതാണ് ശരി, ആ ശരിയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ കാര്യം ചെയ്തത് എന്നത്. ധർമ്മം എന്നൊരു വാക്ക് നമ്മൾ പറയാറുണ്ട്. ധർമ്മത്തെ ആര് സംരക്ഷിക്കൂ, അവരെ ധർമ്മം രക്ഷിക്കൂ എന്നാണ് പറയുന്നത്. മഹാഭാരതത്തിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ധർമ്മം പരിപാലിച്ചുകൊണ്ട് വേണം നമ്മൾ ജീവിക്കാൻ. ധർമ്മം എന്ന് വെച്ചാൽ എന്താ? ധർമ്മം എന്ന് വെച്ചാൽ ധരിച്ചിരിക്കുന്നത്, അണിഞ്ഞിരിക്കുന്നത് എന്നാണ് അർത്ഥം. ധരിച്ചിരിക്കുക എന്ന് വെച്ചാൽ എന്താണ്? നമ്മളിപ്പോൾ വസ്ത്രം ധരിച്ചിട്ടുണ്ട്. ഈ വസ്ത്രത്തിൻ്റെ കാര്യമല്ല ഈ പറയുന്നത്. ആത്മാവിൻ്റെ ധർമ്മത്തിനനുസരിച്ച് നമ്മൾ ജീവിക്കുക എന്നുള്ളത്. അപ്പോൾ ആത്മാവ് എന്ത് ധർമ്മമാണ് ധരിച്ചിരിക്കുന്നത്? ആത്മാവിൻ്റെ ധർമ്മമുണ്ടോ? ആത്മാവിൻ്റെ ധർമ്മത്തിനനുസരിച്ചുള്ള കർമ്മമാണ് നമ്മൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും സുകർമ്മമായിരിക്കും. അതായത് എനിക്കും അന്യനും സുഖം മാത്രം പ്രദാനം ചെയ്യുന്നത് ആയിരിക്കും. ആത്മാവിൻ്റെ ധർമ്മം, അടിസ്ഥാനപരമായിട്ടുള്ള ധർമ്മം ശാന്തിയാണ്. സദോ ഗുണ പ്രധാനമാണ് ആത്മാവെന്ന് പറയുന്നത്. എന്നുവെച്ചാൽ സദോ ഗുണങ്ങൾ, 7 ഗുണങ്ങൾ നിറഞ്ഞിരിക്കുന്നതാണ് ആത്മ. അതായത് അടിസ്ഥാനപരമായിട്ട് നമ്മളെല്ലാവരും വളരെയധികം നന്മ നിറഞ്ഞവരാണെന്നാണ് പറയുന്നത്. നമ്മൾ പറയാറുണ്ട് എൻ്റെ സ്വഭാവം ഇങ്ങനെയാണ്, എൻ്റെ സ്വഭാവം എങ്ങനെയാണ്, ഞാനൊരു ദേഷ്യക്കാരിയാണ്, എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും, ഞാൻ ഇച്ചിരി അസൂയൊക്കെ ഉള്ള കൂട്ടത്തിലാണ്, ഞാൻ ഇച്ചിരി പകയും വെറുപ്പും ഒക്കെ സൂക്ഷിക്കുന്ന കൂട്ടത്തിൽ തന്നെയാണ്. അതിൻ്റെ അഭിമാനമായിട്ടാണ് നമ്മൾ പറയുന്നത്. പക്ഷെ അത് അറിവില്ലായ്മയുടെ അഭിമാനമാണ്. അറിവ് എന്ന് പറയുന്നത് എന്താണ്? ഞാൻ സദോ ഗുണ പ്രധാനമായിട്ടുള്ള ആത്മാവാണ്. നമ്മൾ ഇപ്പം വെള്ള വസ്ത്രം ധരിച്ച്
കുളിച്ചിരിക്കുമ്പോൾ ഈ വെള്ളവസ്ത്രത്തിൽ ഒരു ചെറിയ അഴുക്ക് വന്നാൽ പോലും പെട്ടെന്ന് നമുക്ക് കാണാൻ പറ്റും, എല്ലാവരും ശ്രദ്ധിക്കുകയും ചെയ്യും. ചില പ്രവൃത്തികൾ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് നമുക്കൊരു ചിന്ത ഇങ്ങനെ മനസാക്ഷി പറയുന്നൊക്കെ ചിലർ പറയാറുണ്ട്, ഇത് തെറ്റാണ്, ഇത് ചെയ്യാൻ പാടില്ല. നമുക്ക് ഭയങ്കരമായിട്ടുള്ള കുറ്റബോധം, ഉള്ളിൽ പശ്ചാത്താപം ഇങ്ങനെ തോന്നിക്കൊണ്ടേയിരിക്കും. അപ്പം അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? എൻ്റെ ഉള്ളിൽ നന്മയുണ്ട് ചോദിച്ചാൽ, എൻ്റെ ഉള്ളിലെ നന്മയാണ് എന്നോട് പറയുന്നത് ഇത് തെറ്റാണ്, ഇത് ചെയ്യരുത് എന്ന്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? ഒരു പ്രാവശ്യം നമ്മളുടെ ഉള്ളിലുള്ള ആ നന്മ നമ്മളോട് പറയത് വേണ്ട, ഇത് വേണ്ട. പക്ഷെ നമ്മളതിനെ നിശബ്ദമാക്കി വെക്കും. അടുത്ത പ്രാവശ്യം ഇതേ അവസരം വരുമ്പോൾ വീണ്ടും എന്ത് ചെയ്യും? ഉള്ളിൽ നിന്നിങ്ങനെ പറയും, ഇത് ചെയ്യരുത്, ഇത് തെറ്റാണ്, ഇത് വേണ്ട. അപ്പോഴും നമ്മൾ എന്ത് ചെയ്യും? മനസ്സിനെ എന്ന് പറയുന്നത് നമ്മളുടെ ഉള്ളിലുള്ള നന്മയെ നമ്മൾ പതുക്കെയാണ് അയച്ചത്. മൂന്നാമത് ഇതേ സാഹചര്യം വരുമ്പോൾ പിന്നെ എന്ത് ചെയ്യില്ല, ഉള്ളിൽ നിന്ന് ആ മുന്നറിയിപ്പ് വരില്ല എന്നുള്ള കാര്യങ്ങൾ. ഒരു പ്രാവശ്യം പറഞ്ഞു കേട്ടില്ല, രണ്ടാമത്തെ പ്രാവശ്യവും കേട്ടില്ല. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ മനസ്സ് പതുക്കെയാണ്, ഉള്ളിൽ പതുക്കെയാണ് നിശബ്ദമാണ്. അപ്പൊ ഉള്ളിലെ നന്മയെ നമ്മൾ എന്ത് ചെയ്തു? അടിച്ചമർത്തി ഒതുക്കി. പക്ഷെ ആത്മീയത എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം തന്നെ ആത്മാവിന്റെ ധർമ്മത്തിൽ ജീവിക്കുക എന്നുള്ളതാണ്. അതായത് ശാന്തമായിട്ടിരിക്കുക, സ്നേഹിക്കുക, പിന്നെ വളരെ ശക്തിശാലിയായിട്ട് ജീവിക്കുക. എന്ത് വന്നാലും നമുക്ക് മറികടക്കണം, അതിനുള്ള ശേഷി നമ്മളുടെ ഉള്ളിൽ തന്നെയുണ്ട്. പക്ഷെ നമ്മളതിനെ ഉണർത്താനായിട്ട്, വളർത്താനായിട്ട് യാതൊരു കാര്യവും ചെയ്യുന്നില്ല. ഇപ്പൊ എൻ്റെ കയ്യിലൊരു സാധനമുണ്ട്, അത് ഞാൻ നോക്കിയാലല്ലേ എനിക്ക് കാണാൻ പറ്റുള്ളൂ. നമ്മളാരും നമ്മളുടെ അകത്തേക്ക് നോക്കാറില്ല. എൻ്റെ ഉള്ളിൽ ശാന്തി ഉണ്ട്, എൻ്റെ ഉള്ളിൽ ശക്തി ഉണ്ടെന്നുള്ള തിരിച്ചറിവേ എനിക്ക്. കാരണം ഞാൻ അകത്തോട്ട് നോക്കാതെ ഇല്ലാന്നുള്ളത്. എപ്പോൾ മുതൽ ഞാൻ അതിനെ ശ്രമിക്കുന്നുള്ളൂ, ഞാൻ ഇതാണ്, ഞാൻ ശാന്തമാണ്, ഞാൻ സ്നേഹിക്കുന്ന ആളാണ്, എൻ്റെ ഉള്ളിൽ ഒരുപാട് ശക്തികളുണ്ട്, എൻ്റെ ഉള്ളിൽ ഒരുപാട് കഴിവുകളുണ്ട്, സവിശേഷതകളുണ്ട്, ഇത് ഞാൻ എപ്പോൾ എന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നുള്ളൂ. അപ്പോൾ മുതൽ എൻ്റെ യഥാർത്ഥ സ്വഭാവം, അതായത് എൻ്റെ ധർമ്മം, സ്വധർമ്മം പുറത്തേക്ക് വരാനുണ്ട്. ആദ്യം ചിന്തയുടെ തലത്തിലാണ് വരും, ആദ്യം ചിന്താതലത്തിൽ വരും, പിന്നെ അതിനനുസരിച്ചുള്ള മനോഭാവം നമ്മളുടെ ഉള്ളിലുണ്ടാവും, പിന്നെ നമ്മുടെ വാക്കുകളിൽ കൂടി അത് വരും, അവസാനം അത് കർമ്മത്തിലും വരാൻ പറ്റും. പക്ഷെ അതിൻ്റെ തുടക്കം ചിന്തകളിൽ നിന്നാണ്. അപ്പൊ ഉള്ളിൽ ആദ്യം ഞാൻ ഏറ്റവും ശുഭം നിറഞ്ഞ ചിന്തകൾ എന്നെ കുറിച്ച് ചിന്തിക്കണം. അവിടെ നിന്നാണ് മാറ്റത്തിന്റെ തുടക്കം ഉണ്ടാക്കുന്നത്. അപ്പൊ ഞാൻ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള, ഏറ്റവും നന്മ നിറഞ്ഞ ആത്മചൈതന്യമുള്ള, അത്രയും ശുദ്ധമായിട്ടുള്ള വ്യക്തിയാണ്. അത് നമ്മുടെ സ്വഭാവത്തിനെ കുറിച്ച് പറയുമ്പോൾ, സ്വന്തം ഭാഗത്തിനെ കുറിച്ച് പറയുമ്പോൾ ഒരിക്കലും എന്ത് പറയാൻ പാടില്ല? ഞാൻ ദേഷ്യക്കാരിയാണെന്നും, ഞാൻ ദേഷ്യക്കാരനാണെന്നും, ഞാൻ അധപതിച്ചവനാണെന്നും, ഞാൻ പാപിയാണോ, ഞാൻ നീചനാണോ, ഇങ്ങനെ നമ്മൾ സ്വയം നമ്മളെ പറയാൻ പാടില്ല. പകരം എന്ത് മനസ്സിന് പറഞ്ഞു കൊടുക്കണം? നീ ഏറ്റവും ശാന്തനായിട്ടുള്ള വ്യക്തിയാണ്, നീയാണ് ഏറ്റവും അധികം മറ്റുള്ളവരെ സ്നേഹിക്കുന്നത്, നീയാണ് ഏറ്റവും അധികം ഈശ്വരന് പ്രിയപ്പെട്ട ആത്മ, ഈശ്വരന് ഏറ്റവും അടുത്ത ആൾ നീയാണ്. അങ്ങനെ വേണം നമ്മൾ നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കുക. ഈ ആത്മാവിൻ്റെ ഉള്ളിൽ 3 ഘടകങ്ങളുണ്ട്, 3 തലങ്ങളുണ്ട്. അതിൽ ആദ്യത്തെ തലമാണ് മനസ്സ് എന്ന് പറയുന്നത്. മനസ്സിനെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്, മനസ്സില്ല, മനസ്സിലായില്ല എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഈ മനസ്സെന്ന് വെച്ചാൽ എന്താണ്? മനസ്സെന്ന് വെച്ചാൽ ചിന്തിക്കാനുള്ള നമ്മുടെ കഴിവാണ്. അതിനെ വിളിക്കുന്ന പേരാണ് മനസ്സ്. നമ്മൾ വിചാരിക്കുന്നത് ബുദ്ധിയിൽ എവിടെയാണ്, നമ്മുടെ തലച്ചോറിൽ എവിടെയാണ് മനസ്സിരിക്കുന്നത്. ശരിക്കും ആത്മാവിൻ്റെ ഭാഗമാണ് മനസ്സ്. ഉള്ളിലോട്ടൊന്ന് നോക്കിയാൽ നമുക്കറിയാം, പല വിധത്തിലുള്ള ചിന്തകൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. നല്ല ചിന്തകൾ, തിന്മ നിറഞ്ഞ ചിന്തകൾ. തിന്മ നിറഞ്ഞ ചിന്ത, നെഗറ്റീവ് ചിന്ത എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അസൂയ, വെറുപ്പ്, പക, അഹങ്കാരം, ഇങ്ങനെയുള്ള ദുഷിച്ച വികാരങ്ങളുടെ സ്വാധീനത്തിലുള്ള ചിന്തകൾ. അപ്പൊ ഈ ചിന്തകളാണ് നെഗറ്റീവ് ചിന്തകൾ എന്ന് പറയുന്നത്. പിന്നെയുള്ളതാണ് ആദ്യം പറഞ്ഞ നന്മ നിറഞ്ഞ ചിന്തകൾ. ഞാൻ എന്നെക്കുറിച്ച് ഏറ്റവും ഉന്നതമായ രീതിയിൽ ചിന്തിക്കുകയാണ്, മറ്റുള്ളവരെ കുറിച്ചും ഏറ്റവും നല്ല രീതിയിൽ ഞാൻ ചിന്തിക്കുകയാണ്, എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ കാര്യങ്ങളുടെ ഏറ്റവും
ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ. പിന്നെ ആവശ്യമുള്ളതും അനാവശ്യ ചിന്തകളും അങ്ങനെ എല്ലാം നമ്മളുടെ ഉള്ളിൽ നടക്കുന്നു. പക്ഷെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നന്മ നിറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ ചിന്തിക്കുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനും നന്മ നിറഞ്ഞ ആളായിട്ട് മാറും. എൻ്റെ ജീവിതത്തിലും ആ നന്മ ഉണ്ട്. എന്നാൽ എൻ്റെ ചിന്തകൾ ഏറ്റവും മോശമാണെന്നുണ്ടെങ്കിൽ എന്നെയും അത് പതുക്കെ ഒരു മോശം സ്വഭാവക്കാരനാക്കി മാറ്റും. എൻ്റെ ജീവിതത്തിലും അതിന് പ്രതിഫലനം തീർച്ചയായിട്ടും. അപ്പൊ മനസ്സ് ഒരു കെട്ടിടത്തിൽ ഒരു ഇഷ്ടിക എത്ര പ്രധാനമാണ്, അത്രയും പ്രധാനമാണ് നമ്മളുടെ ഉള്ളിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഓരോ ചിന്തയും. അപ്പോൾ ചിന്തിക്കുമ്പോൾ ചിന്തിച്ചെന്ത് ചെയ്യുക, ചിന്തിക്കാൻ പറ്റുക, ശ്രദ്ധിച്ച് ചിന്തിക്കുക. എന്തും ചിന്തിക്കാൻ പാടില്ല. നമ്മൾ വിചാരിക്കുന്നത് ഉള്ളിൽ നല്ല ചിന്തകൾ നടക്കുന്നു, ഇത് പുറത്താരറിയാനാണ്, എന്ത് ചിന്തിച്ചാലല്ല എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. ചിന്തകൾ തീർച്ചയായിട്ടും നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. ആ സ്വാധീനം നമ്മൾ അറിയാതെ നമ്മളുടെ വാക്കുകളിൽ കൂടി പ്രവൃത്തിയിൽ കൂടി പുറത്തേക്ക് വരിക തന്നെ ചെയ്യും. അടുത്ത ആത്മാവിന്റെ ഭാഗം ബുദ്ധിയാണ്. നമുക്കതിനെ വിവേകം എന്ന് വിളിക്കാം. അതായത് ശരി തെറ്റുകളെ കുറിച്ച് മനസ്സിലാക്കാനും അതിനനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കാനുമുള്ള കഴിവ്. അതിനെയാണ് വിവേകം എന്ന് പറയുന്നത്. എത്രത്തോളം ജ്ഞാനം എൻ്റെ ഉള്ളിൽ ഞാൻ നിറയ്ക്കുന്നുവോ, അറിവ് നിറയ്ക്കുന്നുവോ, അത്രത്തോളം എനിക്കെൻ്റെ ബുദ്ധിയെ ഏറ്റവും വിവേകം നിറഞ്ഞതാക്കി മാറ്റാൻ പറ്റും. അങ്ങനെ വിവേകിയായ ജ്ഞാനിയായ ഒരു മനുഷ്യൻ തീർച്ചയായിട്ടും നല്ല കർമ്മം തന്നെയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ കർമ്മമാണ് മിക്കവാറും ഞാൻ ആരാണ് എന്നൊക്കെ ഒരു പ്രതിഫലം. പക്ഷേ ഈ കർമ്മത്തിന് മുന്നേ ബുദ്ധിയാണ് ശരി തെറ്റുകളെ വിലയിരുത്തുന്നത്. അതിന് മുന്നേ മനസ്സിൻ്റെ ഉള്ളിലാണ് അതിൻ്റെ ആദ്യത്തെ തലം നടക്കുന്നത്. അപ്പോൾ മനസ്സ്, പിന്നെ ബുദ്ധി, അത് കഴിഞ്ഞ് വരുന്നതാണ് സംസ്കാരം. സംസ്കാരത്തെ രൂപീകരിക്കുന്നത് ഒരുപാട് ഘടകങ്ങൾ സ്വാധീനിക്കാറുണ്ട്. നമ്മുടെ ജീവിതം, നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ, വ്യക്തികൾ, നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ, ഇതെല്ലാം അതിനെ സ്വാധീനിക്കുന്നുണ്ട്. പക്ഷെ ഇതിൻ്റെയൊക്കെ അതിജീവിച്ച് എനിക്ക് എൻ്റെ സംസ്കാരത്തെ എത്ര നല്ലത് വേണമാക്കാൻ പറ്റും. പക്ഷെ അതിന് വേണ്ടത് എൻ്റെ ഉള്ളിലൊരു ഇച്ഛാശക്തി ഞാൻ ഉണ്ടാക്കി ഉൾപ്പകർന്നുള്ളത്. ആ ഇച്ഛാശക്തി എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എത്ര പ്രതികൂലമായിട്ടുള്ള ജീവിത സാഹചര്യത്തിലും എനിക്കെന്നെ ഏറ്റവും ഉയർന്ന ജീവിത അവസ്ഥയിൽ കൊണ്ടെത്തിക്കാൻ സാധിക്കും. അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ഉള്ളിൽ വേണം നടത്താൻ. പലപ്പോഴും നമ്മൾ പുറത്ത് കുറ്റം പറയാറുണ്ട്. അത് എൻ്റെ കുടുംബം ഇങ്ങനെ ആയതുകൊണ്ടാണ്, എൻ്റെ ബന്ധുക്കൾ, എൻ്റെ അച്ഛനമ്മ ഇവരായതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ ഈ നാട്ടിൽ ജനിച്ചു പോയതുകൊണ്ടാണ്. ശരിക്കും അതൊക്കെ നമ്മൾ പറയുന്ന ഓരോരോ ന്യായങ്ങൾ മാത്രമാണ്. എൻ്റെ ഉള്ളിലുള്ള ശക്തി ഞാൻ തിരിച്ചറിയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും എനിക്ക് ഒരു പ്രശ്നമേ അല്ല. കാരണം അങ്ങനെ എല്ലാം അതിജീവിച്ച് മനുഷ്യരെ ബഹുമാനിക്കുന്ന തലത്തിൽ ജീവിക്കുന്ന ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ എൻ്റെ ജീവിതം എന്ന് പറയുന്നത് എൻ്റെ മാത്രം കൈകളിലാണ്. അതാണ് സത്യം. ചിന്തിക്കുന്നതും കർമ്മം ചെയ്യുന്നതൊക്കെ ഞാനാണ്. ഞാൻ ചെയ്യുന്ന കർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എൻ്റെ മുന്നോട്ടുള്ള ജീവിതം തീരുമാനിക്കപ്പെടുന്നത്. എൻ്റെ മുൻ കർമ്മമായിരിക്കാം ഇപ്പോൾ ഞാൻ നേരിട്ടുകൊണ്ടിരിക്കുന്നത്, അതിൻ്റെ ഫലമായിരിക്കാം. പക്ഷെ ഇപ്പം ഞാൻ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് ഭാവിയിൽ ഞാൻ എന്തായിരിക്കും ഫേസ് ചെയ്യുക, ചെയ്യേണ്ടി വരിക എന്നുള്ളത് തീരുമാനിക്കും. പഴയതിനെ കുറിച്ച് ഓർത്ത് വിലപിക്കുന്നത് സമയനഷ്ടമാണ്. നമ്മുടെ ഊർജം നമ്മൾ നഷ്ടമാക്കി കളയുക. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തിനാണ്? ഇപ്പോൾ ഞാൻ എങ്ങനെയുള്ള കർമ്മമാണ് ചെയ്യുന്നത്, ഇപ്പോൾ ഞാൻ എങ്ങനെയുള്ള മനുഷ്യനാക്കി എന്നെ മാറ്റുകയാണ്. വ്യക്തികളുടെ സാഹചര്യങ്ങളാണ് നമ്മളെ മാറ്റുന്നത്, അതോ ഞാനാണ് എന്നെ മാറ്റുന്നത്? നമുക്ക് നോക്കിയാൽ അറിയാം, ഒരേ സാഹചര്യത്തിൽ രണ്ട് വ്യക്തികൾ രണ്ട് രീതിയിലാണ് പെരുമാറുന്നത്. ഒരാൾ ചിലപ്പോൾ ജീവിതത്തിൽ ഒരു വലിയ ദുഃഖം വരുമ്പോൾ തകർന്നു പോകും. വേണ്ടപ്പെട്ട ഒരാൾ ചിലപ്പോൾ നമ്മളെ വിട്ട് പോകുമ്പോൾ ചിലർ തകർന്നു പോകും. ചിലരെന്ത് ചെയ്യുന്നറിയോ? പൂർവാധികം ശക്തിയോടെ ഉയർന്നു അവരവരുടെ ജീവിതത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഏറ്റെടുത്ത് പഴയതിനേക്കാളും മനോഹരമായിട്ട് ജീവിച്ചു കാണും. അപ്പോൾ ഇതെന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഓരോ സാഹചര്യത്തെയും ഞാൻ എങ്ങനെ കാണുന്നു, ഞാൻ എങ്ങനെ എൻ്റെ ഉള്ളിലെ കഴിവുകളെ, ശക്തികളെ ഉപയോഗിക്കുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ.
നമ്മൾ നമ്മുടെ ഈ പ്രപഞ്ചത്തിലെ ഓരോ തലത്തിലുള്ള ജീവജന്തുജാലങ്ങളുമായിട്ട് ഇടപെടുന്നതിനനുസരിച്ച് നമ്മളെ മാറ്റിയെടുക്കാറുണ്ട്. അതിലാദ്യം ചിലപ്പോൾ സസ്യങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, സസ്യങ്ങൾ നമ്മൾ നന്നായിട്ട് പരിപാലിക്കുക, അതിന് കുറച്ച് ജലത്തിൻ്റെ ആവശ്യമുണ്ട്, വളത്തിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അതൊക്കെ തൊട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിനെ പരിപാലിച്ച് നമ്മൾ വളർത്താറുണ്ട്. അടുത്തത് മൃഗങ്ങളായിരിക്കും. മൃഗങ്ങളുമായിട്ട് ഇടപെടുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കാറുണ്ട്. കാരണം അത് എങ്ങനെ പ്രതികരിക്കും, എപ്പോൾ എന്ത് ചെയ്യും എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. മനുഷ്യരുമായിട്ട് ഇടപെടുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ശ്രദ്ധിക്കും. കാരണം എന്താണ്, മനുഷ്യരുമായിട്ട് ഇടപെടുമ്പോൾ നമ്മൾ ഒരുപാട് സഹിക്കേണ്ടി വരും, നമ്മൾ ഒരുപാട് ക്ഷമിക്കേണ്ടി വരും. അവരെന്താണോ എങ്ങനെയാണോ അതിന് അതേപടി നമ്മൾ ഉൾക്കൊള്ളേണ്ടി വരും. അപ്പം ഇങ്ങനെ കുറേ നമ്മളെ ഒന്ന് മാറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയും മുകളിൽ ഏറ്റവും ഉയർന്ന തലത്തിൽ നിൽക്കുന്നതാണ് ഈശ്വരൻ. അപ്പോൾ ആ ഈശ്വരനുമായിട്ട് എനിക്ക് എൻ്റെ മനസ്സിനെ അടുപ്പിക്കണം, ഈശ്വരൻ എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരണം, ആ സാന്നിധ്യം എനിക്ക് അനുഭവിക്കണം എന്നുണ്ടെങ്കിൽ എന്നെ ഞാൻ എത്രത്തോളം മാറ്റേണ്ടി വരുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം അത് തന്നെയാണ്, ആ ഈശ്വര സാന്നിധ്യം എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നത്. ഹനുമാൻ സ്വാമിയുടെ ഒരു കഥയുണ്ട്, നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഹനുമാൻ സ്വാമിക്ക് ഒരു വലിയ കർത്തവ്യം, നിയോഗം കൊടുക്കും. ലങ്കയിൽ രാവണൻ തട്ടിക്കൊണ്ടുപോയി പാർപ്പിച്ചിരിക്കുന്ന സീതാദേവിയെ പോയി കാണണമെന്നുള്ള നിയോഗം. അപ്പോൾ ഈ കർത്തവ്യം കൊടുക്കുമ്പോൾ ശരിക്കും ഹനുമാൻ സ്വാമിക്ക് ആദ്യം ഒരു ആശയക്കുഴപ്പമാണ് വരുന്നത്. കാര്യം എന്താണ്, ഹനുമാൻ സ്വാമിക്ക് ഒരു ശാപം കിട്ടിയിട്ടുണ്ട്, സ്വന്തം ശക്തികളെ കുറിച്ച് മറന്നു പോകുന്നുള്ളൊരു ശാപം. അതാരെങ്കിലും ഓർമ്മിപ്പിച്ച് കൊടുത്താലേ ഓർമ്മ വരും. അപ്പോൾ ഹനുമാൻ സ്വാമി തന്നെ മറന്നുപോയി. ആ സമയത്ത് ജാമ്പവാനാണ് ഓർമ്മിപ്പിച്ച് കൊടുക്കുന്നത്, നീ ആര് എന്നുള്ളത്. അപ്പോഴാണ് ഹനുമാൻ സ്വാമിക്ക് ഓർമ്മ വരുന്നത്, ഞാൻ ആരാണ്, ഞാൻ വായുപുത്രനാണ്, ഇത്രമാത്രം ശക്തി എനിക്ക് ഉണ്ട്, ഇത്രയും ഉയരത്തിൽ പറക്കാനുള്ള കഴിവ് എനിക്കുണ്ട്. അങ്ങനെ അത് ഓർമ്മിപ്പിച്ച് കൊടുക്കുമ്പോഴാണ് ഹനുമാൻ വളരെയധികം ഊർജ്ജസ്വലനായിട്ട് ആ കർത്തവ്യം വളരെ മനോഹരമായിട്ട് നിർവഹിക്കുന്നത്. അപ്പം നമ്മളെയും ഇടയ്ക്കിടയ്ക്ക് ഇത് ആര് ഓർമ്മിപ്പിക്കും, ഞാൻ ആരാണ് എന്നുള്ളതൊന്ന് ഞാൻ ഓർമ്മിക്കേണ്ടി വരും, ഞാൻ തന്നെ എന്നെ ഓർമ്മിപ്പിക്കേണ്ടി വരും. രണ്ട്, നമുക്ക് എവിടെയും എപ്പോഴും നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത് ഈശ്വരൻ തന്നെയാണ്. ആ ഈശ്വരൻ എൻ്റെ കൂടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ എനിക്ക് പിന്നെ ഒന്നിനെയും ഭയക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ ഈശ്വര സാന്നിധ്യം എങ്ങനെ എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റും, അതിന് ഞാൻ എന്നെ തയ്യാറാക്കേണ്ടി വരും. ആ തയ്യാറെടുപ്പിൽ ഒന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്, നമ്മളെ ശുദ്ധമാക്കുക എന്നുള്ളത്. എത്രത്തോളം ഞാൻ എന്നെ ശുദ്ധമാക്കുന്നുവോ, ശാന്തമാക്കുന്നുവോ, ഞാൻ ആര് എന്നുള്ള ധർമ്മത്തിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നുവോ, അതിനനുസരിച്ച് എനിക്ക് ഈശ്വരനുമായിട്ട് കൂടുതൽ അടുക്കാൻ സാധിക്കും. ഈശ്വരനുമായിട്ട് അടുക്കുന്നതിനനുസരിച്ച് തീർച്ചയായിട്ടും എൻ്റെ ജീവിതത്തിൽ അതിനനുസരിച്ചുള്ള മാറ്റം ഉണ്ടാകുന്നുള്ളതാണ്. നമുക്ക് സമയം കുറച്ച് അതിൻ്റെ ഇതിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പം നമ്മൾ കുറച്ച് കാര്യങ്ങൾ തീർച്ചയായിട്ടും ജീവിതത്തിൽ ശ്രദ്ധിക്കുക. ഈശ്വരൻ നമ്മുടെ കൂടെയുണ്ട്. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും, ഇത്രയും വിളിച്ചിട്ടും ഇത്രയും പ്രാർത്ഥിച്ചിട്ടും എന്തുകൊണ്ടാണ് എനിക്ക് ഫലം കിട്ടാത്തത് എന്ന് നമ്മൾ ചിലപ്പോൾ വിചാരിക്കും. ഒരിക്കലും നിങ്ങളങ്ങനെ ചിന്തിക്കാനേ പാടില്ല. കാരണം എന്താണെന്നറിയോ, ഈശ്വരൻ്റെ സാന്നിധ്യം എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. പലപ്പോഴും നമ്മളത് തിരിച്ചറിയാറില്ല. തൊട്ടടുത്തൊരാൾ നിൽപ്പുണ്ട്, പക്ഷെ ഞാൻ തിരിഞ്ഞ് നോക്കിയില്ലെങ്കിലും എനിക്ക് കാണാൻ പറ്റുമോ? ഇല്ലല്ലോ. അതേപോലെയാണ് ഭഗവാൻ എപ്പോഴും എൻ്റെ കൂടെ തന്നെയുണ്ട്, പക്ഷേ ഞാൻ ഒരിക്കലും ആ സാന്നിധ്യം തിരിച്ചറിയാനായിട്ട് ശ്രമിക്കാറില്ല. അല്ലെങ്കിൽ ഞാൻ മറ്റ് പല കാര്യങ്ങളുടെ തിരക്കിലാണ്. വീട്ടിലെ കാര്യങ്ങൾ, നാട്ടിലെ കാര്യങ്ങൾ, മക്കളുടെ പ്രശ്നം, അവിടുത്തെ പ്രശ്നം, എൻ്റെ പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നം, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ കുടുങ്ങിയാണ് നമ്മൾ കിടക്കുന്നത്. അപ്പോൾ ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിലും നമുക്കത് അറിയാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് കുറച്ച് നേരം നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കി അവനവനിലേക്ക് ഏകാഗ്രമാക്കി പിന്നെ ക്ഷേത്രത്തിൽ വരുമ്പോൾ ഈശ്വരനിലേക്ക് അതിനെ ഏകാഗ്രമാക്കാനായിട്ട് ശ്രമിച്ചു നോക്കുക. കുറച്ച് നേരം ക്ഷേത്രത്തിൽ വന്ന് നിങ്ങൾ ശാന്തമായിട്ട് സംസാരിക്കേണ്ട, പുറമേക്കും സംസാരിക്കേണ്ട, അകമേക്കും സംസാരിക്കേണ്ട. ഇവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻ, ഇവിടുത്തെ മുട്ടട വാർഡും നല്ലൊരാളാണ് ഇതുവരെ സെലക്ട് ചെയ്തത്. ഒരു കൗൺസിലർ എന്നുള്ള രീതിയിൽ താങ്കൾ ഏറ്റവും യോജിച്ച ഒരു കൗൺസിലറാണ്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എല്ലാ ഫംഗ്ഷന് വരുമ്പോഴും കാണാറുണ്ട്. എവിടെയാണ് പഠിച്ചത്?
ഞാൻ പഠിച്ചത് വിമൻസ് കോളേജിലാണ്, വള്ളക്കാട്. അത് കഴിഞ്ഞ് പ്രസ് ക്ലബിൽ ജേർണലിസം ചെയ്തു. ഇപ്പൊ ലോ അക്കാഡമിയിൽ LLB ചെയ്യുന്നുണ്ട്. ഇത് രാഷ്ട്രീയത്തിലോട്ട് വരാനുള്ള കാര്യം, രാഷ്ട്രീയത്തിലോട്ട് വന്നാണോ അതോ കൗൺസിലറായിട്ട് വന്നാണോ? അല്ലല്ല, രാഷ്ട്രീയത്തിൽ നേരത്തെ തന്നെ ഉള്ള ആളാണ്. പൊളിറ്റിക്സ് ഇഷ്ടമാണ്. പൊളിറ്റിക്സ് ഇഷ്ടമാണ്. ഓക്കെ, സന്തോഷം. കുറച്ച് നേരം ശാന്തമായിട്ട് ഈ അന്തരീക്ഷത്തിൽ വന്നിരിക്കണം. അതൊരു ശീലമാകുമ്പോൾ ആ ശാന്തി നമ്മളുടെയും ഉള്ളിൽ നിറയും, ആ ഭഗവാന്റെ ശക്തി നമ്മളുടെ ഉള്ളിൽ നിറയുന്നത് നമുക്ക് അറിയാനും പറ്റും. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളായിരിക്കും നടക്കുന്നത്. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യുക, സ്വയം മാറാൻ തയ്യാറാവുക. ഞാൻ മാറിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എൻ്റെ ജീവിതം ഉണ്ടാകും. അങ്ങനെ നമ്മൾ ഓരോരുത്തരും മാറിക്കഴിഞ്ഞാൽ ലോകം തന്നെ മാറും. സ്വർഗം എന്ന് പറയുന്നത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. എൻ്റെ വീടിനെ സ്വർഗമാക്കുന്നത് നരകമാക്കുന്നത് ഞാൻ തന്നെയാണ്. ഞാൻ ഉൾപ്പെടെ എൻ്റെ വീട്ടിൽ ജീവിക്കുന്നവർ തന്നെയാണ്. അതെപ്പോഴും നമ്മൾ ഓർമ്മിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. ഇങ്ങനൊരു ആത്മീയ പ്രഭാഷണത്തിന് അവസരം തന്ന ക്ഷേത്ര ഭാരവാഹികളോടും ഇത്രയും നേരം ക്ഷമയോടെ ഇത് കേട്ടിരുന്ന നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ നന്ദി അറിയിക്കുകയാണ്. ഒപ്പം നമ്മുടെ ആശ്രമത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ധ്യാനമാണ് പഠിപ്പിക്കുന്നത്, രാജയോഗ ധ്യാനം. ആർക്ക് വേണോ വന്ന് സൗജന്യമായിട്ട് ധ്യാനം പരിശീലിക്കാം. ഓം ശാന്തി.